നിറത്തിൻ്റെ പേരിൽ സഹപാഠികളുടെ പരിഹാസം. ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തു. ടോയ്ലറ്റിൽ നക്കിച്ചു. ശാരീരികമായി ഏറെ പീഡിപ്പിക്കപ്പെട്ടു. സഹപാഠികളുടെ റാഗിങ്ങിൽ മനം നൊന്താണ് മിഹിർ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയതെന്നാണ് അമ്മയുടെ നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രചന PM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുണ്ട്. ഈ പ്രൊഫൈൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ പ്രൊഫൈൽ നിങ്ങൾ പോയി നോക്കുക. അതിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരൊരു പോസ്റ്റും 2-3 പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടു എന്നുള്ള അറിയില്ല. ഞാൻ ഫസ്റ്റ് ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്തിരുന്നു. ഇന്നലെ ക്രൈം പാട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ ഈ ഒരു ന്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അധികം ഇൻട്രോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. മിഹിർ അഹമ്മദ്, ഈ പേര് നിങ്ങൾ കേട്ടോ എന്നുള്ള അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കന്നഡ ഇതിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, കന്നഡ ലാംഗ്വേജിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ന്യൂസ് മാത്രമേ എനിക്കതിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഈ ഒരു ന്യൂസ് എടുത്തിട്ട് കണ്ടില്ല. മിഹിർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള 14-15 വയസ്സുള്ളൊരു കുട്ടി കൊച്ചിയിൽ വെച്ച് 15ാമത്തെ നില അവരുടെ ബിൽഡിങ്ങിൻ്റെ അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ പുറകിൽ റാഗിങ് ആണ്. ആ കുട്ടി ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അമ്മയുടെ ഒരു പോസ്റ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാൻ നേരെ ഈ പോസ്റ്റിലേക്ക് കിടക്കാം. ബാക്കി കണ്ടതിന് ശേഷം, ബാക്കി പോസ്റ്റ് പറഞ്ഞ ശേഷം എന്നോട് സംസാരിക്കാട്ടോ. അപ്പോൾ കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പം പ്രസ് റിലീസ് ഫോർ ഇമീഡിയറ്റ് റിലീസ്. ഓക്കെ, 30/1/2025 കൊച്ചി. ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 15 എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത്. രചന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ്. 15കാരനായ മിഹിറിൻ്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്നും താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിൻ്റെ 26ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവനെടുക്കുകയും ചെയ്തു. സന്തുഷ്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവൻ്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളും അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമാവുമായിരുന്നു. അത്തരമൊരു നിസ്സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകൾ ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവമേൽക്കുകയും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തി ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്യിച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുഭവിക്കുന്നതും അതും മൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തിയെന്നത് നിസ്സാരമായ ഒന്നല്ല. ഫക്ക് നിഗ ഹി ആക്ച്വലി ഡിഡ് എന്ന് തുടങ്ങിയ മെസ്സേജുകളിലൂടെ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് വായിച്ചെടുക്കാൻ കഴിയും. ജീവനൊടുക്കിയ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇതോടൊപ്പം ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നു. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം ശരിയാവും വണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ്. സ്കൂൾ അധികൃതരോട് ഈ കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വം ഇതിലില്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള
ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഈ മരണത്തിൻ്റെ പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സത്യം മൂടിവെക്കാൻ ഏത് ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായാലും പൊതുസമൂഹവും മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുന്നുവെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകനെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ഇതിനകം പോലീസിൽ നൽകിയിട്ടുണ്ട്. അതിൽ കൂടാതെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും DGPക്കും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഹിൽ പോലീസ് സ്റ്റേഷനിൽ 42/2025 എന്ന നമ്പറിലാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. എൻ്റെ മകൻ മുൻപ് പഠിച്ചിരുന്ന കൊച്ചി ജെം സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് അവൻ നേരിട്ട മാനസിക പീഡനത്തെ സംബന്ധിച്ചും ഞങ്ങൾ ബാലാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകണം എന്നതാണ് ഒരു മാതാവ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം. അതിനുവേണ്ടി സാധ്യമായ എല്ലാ പോരാട്ടവും നടത്താനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുമായി ഒപ്പം മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാവും എന്ന് വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട്. അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ സ്വാഭാവികമായ ജീവിതം എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അതിനെതിരായി വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾക്ക് നേരെ യാതൊരു ആനുകൂല്യവും നൽകാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യും. മാത്രമല്ല അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശവും വളരെ അപകടമായിരിക്കും. മിഹിർ എന്ന 15-കാരൻ്റെ മാതാവും അതിനപ്പുറം അവനെപ്പോലുള്ള 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. എൻ്റെ ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവൻ്റെ മരണം ദൗർഭാഗ്യകരമാണെങ്കിലും അത് ഒട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാകും എന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാവരും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. റജ്ന PM, മദർ ഓഫ് മിഹിർ അഹമ്മദ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. മാക്സിമം ഈ വീഡിയോ ദയവ് ഷെയർ ചെയ്യുക. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ വക കുട്ടികളാണ് നാളെ വളർന്നു വന്നിട്ട് താവണ്ട. ഇപ്പം തന്നെ അവരുടെ പരിപാടികൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അൺആക്സെപ്റ്റബിൾ ആണ്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഞെട്ടിപ്പോയെന്ന് അറിയാം. ഇവരുടെ പ്രസ് റിലീസ് മാത്രമല്ല, ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സംഭവം കേട്ടോ. ചില ഗ്രൂപ്പുകളിൽ അവർ പറയുന്ന ഗ്രൂപ്പുകളിൽ അവിടെയും ഇവിടെയൊക്കെ വന്നിട്ടുള്ള മെസ്സേജസ് ആണ് കേട്ടോ. ആൻഡ് ബ്ലർ ചെയ്തിട്ടുണ്ട് അവർ. മെയ്ഡ് മിഹിർ പ്ലേ എ ഗെയിം വെർ ഹി സ്പ്രെഡ് ഹിസ് ഫിംഗേഴ്സ് ഔട്ട് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ പെൻസിൽ ടു ഹിറ്റ് ബിറ്റ്വീൻ ദ ഗ്യാപ്സ് ഓഫ് ഹിസ് ഫിംഗേഴ്സ് ദേ മെയ്ഡ് ഹിം യൂസ് എ നൈഫ്. അതായത് ഈ വിരൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് കുത്തുന്നതിന് പകരം എന്താ അത് കഥ. പഠിക്കാൻ വേണ്ടി കുട്ടികളെ നമ്മളൊക്കെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയ മക്കളെ പഠിക്കാൻ സ്കൂളുകളിലേക്ക് വിടുന്നത് ഈ വക മക്കൾക്ക് കളിക്കാനാ. They also made him lick toilet seats and also pushed his head into toilets and flushed them. Immediately after realizing that Mihir passed away, sent a message to yo that nigga, none of the fucking died എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. ഓക്കെ, എന്നിട്ട് മൈ സിസ്റ്റർ കെയിം ആൻഡ് ടോൾഡ് മീ ദാറ്റ് മിഹിർ കിൽഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ട് കരയുന്നു. ചെക്ക് ഇഫ് ഹീസ് അലൈവ്. നോ താങ്ക്സ്. ഫ്രം വെയർ ഇസ് ദിസ് കമ്മിങ് ഫ്രം എന്നോടൊരു ചിരി. നോ ഐഡിയ. ഹൗ ഡിഡ് ഹി കിൽ ഹിംസെൽഫ്? ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ബൈ ദ വേ. ഫക്ക് നിഗ, ഹി ആക്ച്വലി ഡൈഡ്, ഹി ആക്ച്വലി പാസ്ഡ് അവേ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു കുട്ടി, ഒരു സഹപാഠി, ഒരു കുട്ടി, ഒരു മനുഷ്യൻ്റെ ജീവൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി എന്ന് അറിഞ്ഞിട്ട് ചിരിക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളാണോ നാളെ വളർന്നു വരുന്നത്? അവരാണ് നമ്മളെ മുന്നിൽ കൂടി, അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഈ മക്കൾ ഇറങ്ങേണ്ടത്. ഡ്യൂ ടു ബുള്ളിങ് ഇസ് വാട്ട് ഇസ് ക്ലാസ്മേറ്റ്സ് ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് സേ. എന്താടോ ഐ സോ ദാറ്റ് വാട്ട് ആൻഡ് ഓൾ ഐ ആം ഹിയറിംഗ് ദോ ദാറ്റ് ദേ ഫോഴ്സ് ടു വേപ്പ്. ഇതൊക്കെ ബുള്ളിങ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് അറിയിക്കുന്ന രീതിയിൽ. ഇനി അടുത്ത് പോയിക്കോളൂ. that is why being not too optimistic. What beef people had and such. Beef people. എന്തൊക്കെയാണ് പിന്നെ we need to be able to collect sufficient information before we can approach any form of authority. Even when the drug case about GPS happened, no one knew it was GPS. എന്തൊക്കെ കോഡ് ഭാഷ എന്താ പരിപാടി എന്നുള്ള അറിയില്ല. എന്താണെങ്കിലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നു, ഈ പയ്യനൊന്നുമില്ല. 15 വയസ്സ് ഓമനിച്ച് വളർത്തിയിട്ടുള്ള കുട്ടി, ഒരുപാട് മേഖലകളിൽ നാളെ ശോഭിക്കേണ്ട ഒരു പയ്യൻ, പാവം പിടിച്ച കുടുംബം അല്ലേ? ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജാണ്. സീരിയസ്ലി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ചെറിയൊരു ന്യൂസ് ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പിൻ്റെ ബാക്കി. കുറച്ച് ന്യൂസ് ചാനൽസ് മാത്രം ഇത് ഏറ്റെടുത്ത് കണ്ടു, ബാക്കി ആരും ഇത് ഏറ്റെടുത്ത് കണ്ടില്ല.
മാക്സിമം ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ പറയാൻ കാരണം വെച്ചാൽ അപ്പോൾ ഈ വീഡിയോക്ക് കൂടുതൽ റീച്ച് വരുള്ളൂ. അല്ലെങ്കിൽ ഈ മെസ്സേജ് മാക്സിമം എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുക, ജസ്റ്റിസ് ഫോർ മിഹിർ, പ്ലീസ് സ്പ്രെഡ് ചെയ്യുക, ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ ആർക്കും ഇതുപോലെ ഉണ്ടായി സംഭവിക്കരുത് എന്ന് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം.